ഹായ് ഫ്രണ്ട്സ്, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പറഞ്ഞാൽ നല്ലൊരു ബീട്രൂട്ട് അച്ചാറാണ്. ഒറ്റൊരു ബീട്രൂട്ട് വെച്ച് നല്ല അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് ഞാൻ ആദ്യം പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈത്തപ്പഴം 2-3 ഇല എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയാണ്. ഈത്തപ്പഴം 2-3 ഇല എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സിർക്ക ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് വെക്കണം. അപ്പോഴത്തേക്കാണ് നന്നായിട്ടത് കുതിർന്നിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ സിർക്കയിലിട്ട് വെക്കുന്നത്. സിർക്കയിലിട്ട് വെച്ച് കഴിഞ്ഞാലാണ് അത് വെന്ത് കിട്ടാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഈത്തപ്പഴം ഒരുപാടൊന്നും എടുക്കുന്നില്ല ഞാൻ. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഈത്തപ്പഴം കുറച്ച് സൈഡായിട്ട് മാത്രം കുറച്ച് ചേർക്കുന്നതാണ്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ അതിവിടെ കുറച്ച് സിർക്കയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറിയ മോനാന്ന് കട്ട് ചെയ്തിട്ടിരുന്നത്, ഓൻ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് ഇങ്ങനെ സ്ലോലി ചെയ്യുന്ന കാണുന്നത്. അവനാണ് കട്ട് ചെയ്തിട്ടിട്ടാണ് കുഞ്ഞിമോന്. പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുറ്റുള്ളി, മറ്റേ ഇഞ്ചി, അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ നല്ല ചെറുപയർ കഞ്ഞി സൈഡായിട്ട് വേവിക്കുന്നുണ്ട്. ഇന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കഴിയാത്തതുകൊണ്ട്. എനിക്കാണെങ്കിൽ സുഖവും ഇല്ല, തണുപ്പൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് സൈഡായിട്ട് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറുപയറും നേരിയ അരിയും ഇട്ട് കുറച്ച് തേങ്ങാപ്പാൽ വെച്ച് നല്ല അടിപൊളി കഞ്ഞി സൈഡിൽ നിന്ന് വേകുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടായി എടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമുക്ക് നല്ലത്. മറ്റുള്ള എണ്ണകളെല്ലാം ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം കൃത്രിമമായിട്ട് ഒന്നും തിരിയാത്ത രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ ആട്ടുന്ന മില്ലിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണ കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിനകത്ത് ഇപ്പോൾ ഇഞ്ചിയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇഞ്ചി കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുറച്ച് വാടിക്കഴിഞ്ഞാൽ മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ തണുപ്പ് പിടിച്ചുകൊണ്ട് തണുപ്പും പനിയും ഒക്കെ ആയിട്ട് ഒന്നും തിരിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. 2-3 ദിവസമായി ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പോകാത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പ് പിടിച്ചിട്ട് നമുക്ക് ഒന്നും തിരിയാത്ത അവസ്ഥയിലുള്ള തണുപ്പും പനിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്താണെന്നറിയില്ല, പനിയും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടും പോലെ അതും ആകുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് വീഡിയോ എല്ലാം നിർത്തി വെച്ചിട്ടുള്ളത്, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേഗം ഓരോരോ വീഡിയോ കണ്ടുവെക്കുന്നതാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ അച്ചാറുണ്ടാക്കി വെച്ച വീഡിയോ മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോഴും വോയിസ് കൊടുക്കുന്ന സമയത്തും ശബ്ദമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അച്ചാറുണ്ടാക്കുന്ന ഇതെല്ലാം കാണിക്കുന്നതാണ് ഞാനിപ്പോൾ. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്തെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മറ്റുള്ള സാധനം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് മുളക് പൊടിയും. ഇതൊന്ന് ആയി വരുന്നവരെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മറ്റുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് നമുക്ക് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ്, ഉലുവ പൊടിച്ച് വെച്ച പൊടി. പിന്നെ ഇത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കായത്തിൻ്റെ പൊടി വേറെ തന്നെ പൊട്ടിച്ചിട്ട് ഇട്ട് വെക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ബോട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കട്ട കെട്ടിയിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നു. അതുകൊണ്ട് വേറെ തന്നെ പൊടി നല്ല കുപ്പി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കുമ്പോൾ ഒന്നും ആയിപ്പോവില്ല, കട്ട കെട്ടി പോകുകയൊന്നും ചെയ്യില്ല. കുപ്പിയിലാണ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ്. നമ്മൾ നേരത്തെ സിർക്കയിലിട്ട് വെച്ച ഈത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നല്ലോണം ഒന്ന് വാടി വരണം.
ഓൾറെഡി അത് നമ്മൾ സിർക്കയിലിട്ട് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു വരും. പിന്നെ നമ്മൾ അരക്കൊന്നും വേണ്ട, ഇതിൽ തന്നെ ഒന്ന് ജോയിൻ്റായി വരും. അങ്ങനെ ഈ ഇട്ട സാധനങ്ങളൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഒറ്റ ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ ഞാൻ, പക്ഷേ ബീട്രൂട്ട് വലിപ്പമുള്ളതുകൊണ്ട് നല്ലോണം ഉണ്ട് സാധനം. അപ്പോൾ അത് ഇനി മൊത്തമായിട്ട് എല്ലാം ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം. എല്ലാം മൊത്തം ഒന്ന് യോജിപ്പിച്ച് എടുത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചെത്തിയതുപോലെ ചെത്തിയാൽ മതി. എന്തായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം കാണുമ്പോൾ തന്നെ ലൈക്കും ചെയ്യാൻ. അങ്ങനെ എൻ്റെ അച്ചാർ ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കയറി ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ അതിന് മുമ്പേ ഇട്ട ഒരു കാന്താരി അച്ചാറില്ലേ, അതാണിത്. അത് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും എല്ലാവരും കയറി കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കയറി കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. കാന്താരി അച്ചാർ സൂപ്പറാണ് കേട്ടോ. കാന്താരി അച്ചാർ ആർക്കും ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കയറി കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതുപോലെ തയ്യാറാക്കിയതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, ആർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എൻ്റെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുപ്പിയിലിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സിർക്ക വേണ്ടിക്കന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ലൂസായിട്ട് വേണ്ടുന്നവരാണെങ്കിൽ ലൂസായിട്ട് സിർക്ക ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ തിക്കായിട്ട് തന്നെ കഴിക്കാം. ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് അച്ചാറും ഈത്തപ്പഴ അച്ചാറും രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല നല്ല പൊളിയാണെന്ന്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നത് വരേക്കും ബായ്.